അവർക്ക് ഞങ്ങളെ പരിഹസിക്കാത്ത ഏതെങ്കിലും ഒരു പദപ്രയോഗം വരാമോ? എന്ത് അനുഭവം ഉണ്ടായി, എന്ത് സംഭവം ഉണ്ടായാലും അവർ ഞങ്ങളെ പരിഹസിക്കും. അതവരുടെ പണ്ടാരോ പറഞ്ഞ മാതിരിയാണ്. യോഗം തുടങ്ങുമ്പോൾ ഈശ്വര പ്രാർത്ഥന, പുലഭ്യം പറച്ചിൽ, കൃതജ്ഞതാ പ്രകടനം, പിരിയൽ, ഇത് മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞങ്ങൾക്കതുകൊണ്ട് അതേ ഭാഷ ഞങ്ങൾക്ക് പുലഭ്യം ഞങ്ങൾ പറയില്ലല്ലോ. അതാ സംസ്കാരത്തിൻ്റെ വ്യത്യാസം. സംസ്കാരമൊന്നും വ്യത്യാസം എന്ന് പറയാൻ അവർ വളരെ സംസ്കാര ശൂന്യരാണെന്ന് തെറ്റിദ്ധാരണ വരരുത്. ഞങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്, ഞങ്ങളുടെ നിലപാടുകളുടെ വ്യത്യാസമാണ്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾക്കൊരു വീഴ്ചയുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കുറേ വീഴ്ച ഉണ്ടായല്ലോ. ഞങ്ങൾ ആരെയെങ്കിലും കുറ്റം പറഞ്ഞു നടന്നു? ഒന്നുമില്ല. ജയിച്ചവരെ ഞങ്ങൾ അനുമോദിച്ചു. ഇതുവരെ ജയിച്ച ഞങ്ങളെ ഒരു നിമിഷം അനുമോദിക്കാൻ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി തയ്യാറായിട്ടുണ്ടോ? മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും മന്ത്രിമാർ തയ്യാറായിട്ടുണ്ടോ? ഇത്രയും വമ്പിച്ച ജനവിധി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നു. കൊള്ളാം, അവരുടെ പ്രവർത്തനത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി കാണുന്നു എന്നെങ്കിലും പറയണ്ടേ? ഒന്ന് പറ. അവർ ഭരണാധികാരികളാണ്. അദ്ദേഹം തിരുവനന്തപുരം മേയറെ വിളിച്ച് അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ചു എന്നുള്ള അതിന് വ്യാഖ്യാനങ്ങളുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിൽ ഇതുപോലെ ഒരു വിജയം വന്നിട്ട് വിജയിപ്പിച്ചില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, തിരുവനന്തപുരം മേയർ ഇവിടെ BJPയുടെ നേതാവാണ്. ബാക്കിയുള്ളതെല്ലാം വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ ബാക്കി ഒരു വിശാല മുന്നണിയുടെ ഭാഗം ഇന്ത്യയിൽ പലയിടത്തും, ഇവിടെ മാത്രം അങ്ങനെയൊന്നും മുന്നണിയൊന്നുമില്ല, പലയിടത്തും. എന്നിട്ട് അദ്ദേഹത്തിന് മറ്റ് അവശേഷിക്കുന്ന 6 മേയർമാരിൽ ഒരാളിനെ പോലും വിളിക്കാൻ പറ്റിയില്ലല്ലോ. സാരമില്ല, അതൊരു രാഷ്ട്രീയ വിരോധമാണ്. കാരണം ഞങ്ങളിലുള്ള അന്ധമായ രാഷ്ട്രീയ വിരോധമാണ്. കണ്ണ് തുറന്നാൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചേ ആലോചിക്കുള്ളൂ. ഞങ്ങളെ കുറ്റം പറയാത്ത ഏതെങ്കിലും ഒരു പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെ വകുന്നിട്ടുണ്ടോ? എല്ലാത്തിനും ഞങ്ങളെ ഒരു കുറ്റം അങ്ങ് പറയും. ഞാൻ പറയും, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ്. ഇവിടെ പോറ്റിയോട് കാണിക്കുന്ന ദാക്ഷിണ്യം പോലും കോൺഗ്രസിനോട് കാണിക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യം. അങ്ങനെ ചെയ്യാമോ? കൗൺസിലറായ ശ്രീലേഖ IPS അവരെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന MLAയുടെ ഓഫീസ് ഒഴിയണമെന്ന് ഇപ്പോൾ പറഞ്ഞൊരു വാർത്തയുണ്ട്. അതായത് PK പ്രശാന്ത് MLAയോട് ഇത് ഒഴിയണമെന്ന് പറഞ്ഞൊരു, അപ്പോൾ ഇനി അധികാരം പകപോക്കാനായിട്ട് ഉപയോഗിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്താ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ശ്രീലേഖ എൻ്റെ കൂടെ DGP ആയിരുന്ന ഒരാളാണ്. ഞാനവരെ കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. സാർ, ഈ വയനാട്ടിലെ വീടിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ സാർ ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. വീട് നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങണം. അല്ലല്ലോ, വീട് നിർമ്മാണത്തിന് വേണ്ടി കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. വീട് നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി നടപടിയുണ്ട്. ഭൂമി കിട്ടാത്തതായിരുന്നു കാര്യം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ ഭൂമി കിട്ടിയാൽ സ്വാഭാവികമായിട്ട് ആ നടപടിയിലേക്ക് പോകും. അതൊന്നും ഞങ്ങൾ ഏറ്റെടുത്ത നടപടിയിൽ നിന്നൊന്നും പുറകോട്ട് പോകില്ല. ഞങ്ങൾ എന്തൊക്കെ കമ്മിറ്റ് ചെയ്തോ ആ കമ്മിറ്റ് ചെയ്തതെല്ലാം ഞങ്ങൾ നടപ്പാക്കും. അല്ലാണ്ട് 600 വാഗ്ദാനങ്ങളിൽ 592 നടപ്പാക്കി എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിലുള്ള മൂടുകുത്തി വീണത്. 600 ആണല്ലോ. നിങ്ങൾ കേട്ടില്ലേ, പത്രസമ്മേളനം കേട്ടില്ലേ? 600 വാഗ്ദാനങ്ങൾ, അതിൽ 592 നടപ്പാക്കി എന്നല്ല പരസ്യമായിട്ട് പറഞ്ഞല്ലേ. നീ നിലം തൊടാതെ വെള്ളമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മളവരെ കളിയാക്കുന്നില്ല. കാരണം വേദനിച്ചിരിക്കുന്ന ആളിനെ കൂടുതൽ കളിയാക്കി അവരെ കൂടുതൽ ദുഃഖിപ്പിക്കുന്നില്ല. അത്ര അതുകൊണ്ട് കൂടുതൽ ദുഃഖിപ്പിക്കുന്നില്ല. പക്ഷെ അവരൊരു കാര്യം ചെയ്യണം, അവരുടെ പൊസിഷൻ മനസ്സിലാക്കിയ ബാക്കിയുള്ള ആളുകളെ വിമർശിക്കാവൂ. ഭരണത്തിൽ ആളുകൾക്ക് വിമർശനമില്ല, പ്രാദേശികമായിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള എതിർപ്പാണ് വോട്ട് മാറി ചെയ്യാനുള്ള കാരണം എന്നാണ് സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. തോറ്റു എന്ന് അവരെ സമ്മതിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇല്ല. ഭയങ്കര കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിച്ചാലും വൈക്കേറിയസ് ലൈബിലിറ്റി എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ചാർജുള്ള മന്ത്രിയാണ് ഉത്തരവാദി എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ. പക്ഷേ ഇവരെ സമ്മതിക്കുമോ? ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമാണ്. അവരുടെ തലയിലോട്ട് വെച്ച് കെട്ടും. ഉദ്യോഗസ്ഥരാണ് ഈ കുഴപ്പമൊക്കെ കാണിക്കുന്നത് എന്നല്ലേ പറയുന്നുള്ളൂ. ഏതെങ്കിലും ഒരു കുറ്റം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇന്നുവരെ പറഞ്ഞ നാളെ പറയില്ല. പറയണമെന്നുള്ള ആഗ്രഹത്തിൽ പറയുന്നില്ല. പക്ഷെ അവരുടെ പൊതു സ്വഭാവം ഇതാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്.